അനിവാര്യവും ആസന്നവുമായിരുന്ന മരണവക്ത്രത്തിൽ നിന്നും ഭക്തശിരോമണിയായ മാർക്കണ്ഡേയനെ രക്ഷിക്കുവാൻ രംഗത്തെത്തിയ ശ്രീ മഹേശ്വരനാണ് തൃക്കടവൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെങ്കിൽ തൃക്കടവൂരപ്പൻ്റെ സ്വന്തം ഉരുപ്പടിയായ നമ്മുടെ രാജുവിൻ്റെ രക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ഓടിയെത്താൻ തയ്യാറുള്ള ഒരു മഹാമനസ്കനാണ് അവൻ്റെ സ്വന്തം പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായർ. പക്ഷേ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ കാലം മുതൽ രാജു ആനയുടെ ഒപ്പം നടക്കുന്ന പാപ്പാൻ ഗോപാലകൃഷ്ണൻ നായർ ചിലപ്പോഴൊക്കെ മറ്റേതെങ്കിലും ആനകളിലേക്ക് ട്രാൻസ്ഫർ ആവാറുണ്ട്. അത്തരം ഇടവേളകളിൽ രാജു തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തെന്നു വരും. കളിക്കാരെ കർശനമായി നിരീക്ഷിച്ച് കളി നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട സാക്ഷാൽ റഫറിയെ തന്നെ തലകൊണ്ടിടിച്ച് സ്ട്രെച്ചറിൽ പുറത്തേക്കെടുപ്പിക്കുന്ന ഒരു തീപ്പൊരി ചിങ്കത്തെ പോലെ രാജു ആളും തരവും നോക്കി പുതിയ പാപ്പാന്മാർക്കിട്ട് പണിയുകയും ചെയ്യും. പക്ഷേ മനപ്പൊരുത്തത്തിൻ്റെയും സ്നേഹവിശ്വാസങ്ങളുടെയും പ്രതിരൂപങ്ങൾ പോലെ തൃക്കടവൂരാനയും ഗോപാലകൃഷ്ണൻ എന്ന പാപ്പാനും ഇരുമയ്യാണെങ്കിൽ കൂടി ഒറ്റ മനസ്സായി നീങ്ങുന്നതിനിടയിലും 2 മാസം മുമ്പ് ഇവർക്കിടയിലേക്കൊരാൾ ഒരു നുഴഞ്ഞുകയറ്റം നടത്തി നോക്കി. മറ്റാരുമല്ല, മരണം തൻ്റെ കർമ്മയോഗമാക്കി മാറ്റിയ സാക്ഷാൽ യമധർമ്മൻ തന്നെ. ശിവരാജുവിൻ്റെ കയ്യാൽ തന്നെ ഗോപാലകൃഷ്ണൻ നായരുടെ അന്ത്യം എന്ന് കണ്ടു നിന്നവരെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു പോയ ഒരു അഭിശപ്ത നിമിഷം. പക്ഷേ ഗോപാലകൃഷ്ണൻ നായർക്ക് മുന്നിൽ അനേക വർഷങ്ങളായി താൻ കൊമ്പ് പിടിച്ച് നടത്തുന്ന അതേ രാജുവാനയുടെ രൂപത്തിൽ തന്നെ മരണം വന്ന് കൊമ്പ് കുലുക്കിയ ആ സംഭവത്തിൽ പോലും ഒരർത്ഥത്തിൽ ശിവരാജു കുറ്റക്കാരനാവുന്നില്ല. എന്തെന്നാൽ അന്നവൻ നല്ല മതപ്പാടിലായി. സ്വന്തം നിഴലിനോട് പോലും യുദ്ധം പ്രഖ്യാപിച്ച് സ്വബോധത്തിൽ നിന്നും നട്ടപ്രാന്തിലേക്ക് ബഹുഭൂരിപക്ഷം ആനകളും മുതലക്കൂപ്പ് നടത്തുന്ന അസൽ മതപ്പാട് കാലം. തൻ്റെ വഴിയും കാഴ്ചയുമായി ആനകൾ 100% വിശ്വാസം പുലർത്തുന്ന അതേ പാപ്പാന്മാരോട് തന്നെയായിരിക്കും മതപ്പാട് മാസങ്ങളിൽ അവർക്ക് ഏറ്റവും അധികം വിരോധം. ആനകളെ കെട്ടിയുറപ്പിച്ച ആനപ്പറമ്പിലേക്ക് അപ്പോൾ പാപ്പാന്മാരുടെ മണമടിച്ചാൽ പോലും കൂടുതൽ ആനകളും പ്രകോപിതരാവുകയും ചെയ്യും. പക്ഷേ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തിരി ഒരു അശ്രദ്ധ, അല്ലെങ്കിൽ ആനത്തറയിലെ അഴുക്കിലും ചെളിയിലും നിൽക്കുന്ന രാജുമോൻ്റെ കാര്യത്തിൽ തോന്നിയ അതീവ ശ്രദ്ധ, ഇതിലേതായാലും ശരി ആനയുടെ പിൻകാലുകളിലെ ചങ്ങല ഒന്നിളച്ചിടുവാനും അഴുക്കും ആനപ്പിണ്ടവുമൊക്കെ വാരിക്കളഞ്ഞ് ആനത്തറി വൃത്തിയാക്കുവാനും ശ്രമിക്കുകയായിരുന്നു അന്ന് ഗോപാലകൃഷ്ണൻ നായർ. ആന മതക്കാല ബന്ധനത്തിൽ തന്നെയായിരുന്നു. പക്ഷേ മറ്റേത് ആനയേക്കാളും അസാമാന്യ മെയ്വഴക്കമുള്ള രാജു പെട്ടെന്ന് ശരീരം വില്ലുപോലെ വളച്ച് ചുരുങ്ങി വന്ന് നേരെ പാപ്പാനെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് മുന്നിലേക്കിട്ടു. പിന്നെ മുൻകാലുകളുടെ വശങ്ങളിൽ വന്ന് വീണ പാപ്പാൻ്റെ നെഞ്ചും കൂടിന് നേർക്ക് തന്നെ ആന കൊമ്പുകൾ ആഴ്ത്തി. പക്ഷേ ഭാഗ്യത്തിന് ആ കൊമ്പുകൾ അന്ന് ആഴ്ന്നിറങ്ങിയത് വീണ് കിടക്കുന്ന പാപ്പാൻ്റെ നെഞ്ചിന് ഇരുവശങ്ങളിലൂടെയും കൊണ്ടില്ല എന്ന മട്ടിൽ. പറഞ്ഞു തീരുന്നതിനുള്ളിലെന്നോണം അമ്പലത്തിനടുത്തുള്ള ആനത്തറയിൽ ഈ ഉള്ളുപിടയ്ക്കുന്ന രംഗം അരങ്ങേറുമ്പോൾ കുറച്ചു പേരെങ്കിലും പരിസരത്തുണ്ടായിരുന്നു. കൂട്ടത്തിൽ മറ്റൊരു പാപ്പാൻ. പിന്നെയും കുത്തുവാനായി മണ്ണിൽ പുതഞ്ഞിടത്തു നിന്നും ആന കൊമ്പുകൾ ഊരിയെടുക്കുന്ന ഒരു നിമിഷം. ആ നിമിഷാർത്ഥത്തിലെ ഇത്തിരി നേരത്ത് ആ ഇടച്ചട്ടക്കാരന് തോന്നിയ ഒരു ബുദ്ധിയും സാഹസികതയും. പിന്നെയും കുത്തുവാനായുന്ന ആനയുടെ ശ്രദ്ധ തന്നിലേക്ക് പിടിച്ചു പറിച്ചുകൊണ്ടെന്നോണം പൊടുന്നനെ അയാൾ അരികിലൂടെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും എന്തോ എടുത്തെറിഞ്ഞുകൊണ്ടും ഓടി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആന വെട്ടിത്തിരിഞ്ഞു. ആ ഒരു നിമിഷം മരണത്തിൻ്റെ വായിൽ നിന്നും സ്വന്തം ജീവൻ വാരിപ്പിടിച്ച് ഉരുണ്ടുമാറാൻ ഗോപാലകൃഷ്ണനും സാധിച്ചു. ആ സമയം കയറാൻ പാടില്ലാത്തതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ കയറി ചെന്ന് ആന കുഴപ്പമുണ്ടാക്കണതാണ്. അങ്ങനെ പക്ഷേ ഇപ്പം ഈ കയറിയെന്ന് പറഞ്ഞത് ആനയുടെ കാലിനകത്ത് ചങ്ങല കൊതിഞ്ഞിരുന്നതുകൊണ്ട് നമ്മൾ അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കയറാൻ ശ്രമിച്ചതാണ്. നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യില്ല എന്നുള്ളതല്ലേ. പക്ഷേ കയറി ചെന്നപ്പോൾ ആനയെ കുഴപ്പമൊന്നുമില്ല. കയറി ചെന്ന് അടുത്ത് ചെന്ന് ഇങ്ങോട്ട് ഇരുന്നോളാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷയമായത്. ആന ഇങ്ങനെ ഈ കൈ കളത്തി പിടിച്ചുകൊണ്ട് ആന കുഞ്ഞു കുത്തുമായിരുന്നു. അപ്പോൾ ഈ 2 കൊമ്പിൻ്റെ ഇടയ്ക്കായി ശരിക്കും നമ്മുടെ ശരീരത്തിന് അപ്പുറം കൊമ്പ് വന്നു. ദേഹത്ത് കൊണ്ടില്ല, ഭാഗ്യത്തിന് ശരീരത്തിലും കൊണ്ടില്ല. കൊമ്പ് അത്ര അകന്നത് നമ്മുടെ ഭാഗ്യമല്ലേ. അത് അത്ര അകന്നതും ഇത്രയും നീണ്ടിരുന്നോണ്ട്
അത്രയ്ക്കുള്ള താഴ്ചയിലേ പോയത്. ആ ഈ കൊമ്പിന് ഇത്ര നീളം ഉണ്ടായിരുന്നു. കൊമ്പം ആ സമയം മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനയുടെ മുഖം നമ്മളെ വെച്ച് അമർത്തിക്കളയും. പിന്നെ എൻ്റെ ഒരു തോർത്തുണ്ടായിരുന്നു, അതാണ് വലിച്ചെറിയത്ത് നടന്നു തീർന്നു വാശിക്ക്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ആനയൊന്നും ഉണ്ടായിട്ട് ശേഷം പിന്നീട് നിങ്ങൾ തമ്മിൽ നമുക്കറിയാം ആനയ്ക്കന്ന് ബോധമില്ലായിരുന്നു അന്ന് സംഭവിച്ചാണ്. എങ്കിലും നമ്മൾ ആനയെ നമ്മുടെ മുഖാനയെ നമ്മൾ നേർക്ക് നേരെ മുഖത്തോട് മുഖം കാണുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനത്തെ എനിക്കില്ല, ഒന്നുമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് തന്നെയാണ് നമുക്ക്. നമ്മുടെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നതല്ലല്ലോ. നമ്മളിപ്പം നാട്ടുകാർ പറഞ്ഞു ആന അഴിച്ച് മാറ്റി കെട്ടണം എന്ന് പറയുമ്പം കാല് മാറ്റി കെട്ടണമെന്ന് പറയാൻ നമ്മൾ കയറി ചെന്ന് അഴിക്കാൻ നമ്മുടെ ജോലി അതാണ്. അങ്ങനെ അവരുടെ സഹായത്തോടുകൂടി നമ്മൾ കയറി ചെന്ന് അഴിക്കാൻ ചെന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം. പക്ഷെ മതപ്പാടി ചെല്ലാൻ പാടില്ലായിരുന്നു. മതപ്പാടി കെട്ടിക്കുന്ന ആനയെ നമ്മൾ അലട്ടാൻ പാടില്ല എന്നുള്ളത് ന്യായപ്രകാരം. ആശാന്മാർ പഠിപ്പിച്ചേക്കുന്ന ഈ നീര് ഉള്ളുവലിയും ഉൾവലിയും പയന്ന് അപ്പം അത് പാടില്ല. എന്നാലും നമുക്കത് ചെല്ലാതിരിക്കാനുള്ള കാലം ചങ്ങലം കൊണ്ട് കൊണ്ടിരിക്കുന്നു. ഇപ്പോഴങ്ങനെ നമുക്ക് പിന്നീട് അന്നത്തെ ശേഷം അപ്പോഴത്തെ ഇതിലുള്ള ആന കഴിഞ്ഞെന്നുള്ളേ ഉള്ളൂ. പിന്നീടൊന്നുമില്ല, ആന ശരിയായി.